കൈലാഷിന്റെ പാട്ടിൽ വരിക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. കൈലാഷിന്റെ പാട്ടിൽ എഴുതിയവരെല്ലാം ഹിറ്റാണ്. ആ പാട്ട് 2020 സംഭവിക്കുന്നത്. എൻ്റെ ആദ്യത്തെ പാട്ടെന്ന് വേണമെങ്കിൽ പറയാം. ആ സോങ് കാവ്യാജിത്ത് എന്നൊരു സിംഗറുണ്ട്, മ്യൂസിക് ഡയറക്ടറും കൂടിയാണ്. അപ്പം കാവ്യക്ക് വേണ്ടി ഞാൻ ഒരു പാട്ട് എഴുതി. ആ സോങ് കേട്ടിട്ട് കാവ്യ കൈലാസേട്ടന് സജസ്റ്റ് ചെയ്തതാണ്, ഇങ്ങനെ ഒരു ലിറിസിസ്റ്റ് ഉണ്ട്, എന്താണ് ഒന്ന് കേട്ടോക്ക്. അതിന് മുന്നേ തന്നെ കൈലാസേട്ടനെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റയിലൊക്കെ. ഇത് പാടിയത് ശ്രുതിയല്ലേ? ഇത് ശ്രുതിയാ പാടിയത്. അപ്പം കാവ്യയുടെ ഒരു സോങ് എഴുതി കഴിഞ്ഞ സമയത്ത് എനിക്ക് കൈലാസേട്ടൻ്റെ ഒരു വർക്ക് ഇങ്ങനെ വന്നു പെട്ടെന്ന്. അപ്പം എനിക്കിതിൽ എങ്ങനെ ചെയ്യണമെന്ന് ഒരു ഐഡിയ ഒന്നും ഇല്ല ആ സമയത്ത്. അപ്പം കൈലാസേട്ടൻ എൻ്റെ കാവ്യയുടെ ലിറിക്സ് കാണിച്ചു, ഇതെങ്ങനെയുണ്ടെന്ന് നോക്ക്, ഒരു ജഡ്ജ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അതിനു മുൻപ് ഞാൻ അങ്ങനെ കോളേജിൽ ഒരു സോങ് എഴുതിയിട്ടുണ്ടെന്ന് അല്ലാതെ വേറെ എനിക്കൊരു പരിചയമില്ല ഗാനരചന. പെട്ടെന്ന് ഒരു ദിവസം കൈലാസ് മേനോന്റെ കോള് വരാം, ഒരു സോങ് ഉണ്ട്, BK ഹരിനാരായണൻ, മനു മഞ്ജിത്തൊക്കെ എഴുതിയേക്കുന്ന ഒരു മൂവിയാണ്, ഒരു പാട്ടുണ്ട്, ഹരിത ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, വർക്ക് ആയില്ലെങ്കിൽ വിട്ടേക്കെന്ന് പറഞ്ഞു, നാളെ റെക്കോർഡിംഗ് ആണെന്നും പറഞ്ഞു. അപ്പോൾ എനിക്ക് ടെൻഷനായി, എന്താ ചെയ്യേണ്ടതെന്ന് പെട്ടെന്ന് ഐഡിയ ഇല്ല. പക്ഷെ ഞാനൊന്ന് ട്രൈ ചെയ്തു, ഞാൻ ഇരുന്നു, രാത്രിയിൽ തന്നെ എഴുതി കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ റെക്കോർഡിംഗ് ആയിരുന്നു. അപ്പോൾ എനിക്ക് റെക്കോർഡിങ്ങിൻ്റെ വിഷ്വലൊക്കെ അയച്ചു തന്നു. അന്നാണ് എനിക്ക് ഗാനരചന ആയിരിക്കാം എൻ്റെ വഴിയെന്ന് തന്നെ തോന്നിയത്. കാരണം കാവ്യയുടെ സോങ് എഴുതി കൊടുത്തു, ഞാൻ കേട്ടിട്ടില്ല, എഴുതി കൊടുത്തതല്ലാതെ എനിക്ക് ആ ട്യൂൺ അനുസരിച്ച് കാവ്യ പാടി റെക്കോർഡ് കഴിഞ്ഞിട്ടില്ല. കൈലാസേട്ടൻ്റെ ആണെങ്കിൽ അന്ന് തന്നെ ഞാൻ ലൈവ് കേൾക്കുക, ശ്രുതി പാടുന്നു, പ്രജിത്ത് പാടുന്നു. അപ്പോൾ എനിക്കിത് ഭയങ്കര എക്സൈറ്റിംഗ് മൊമെന്റ് ആയിരുന്നു. ഓക്കെ, ജീവാംശം കഴിഞ്ഞു, നീ ഹിമമഴ കഴിഞ്ഞു, ഇതായിരിക്കും അടുത്തത് ഇറങ്ങുക എന്നൊരു പ്രതീക്ഷയിലാണ് നമ്മൾ അന്ന് എഴുതുന്നത്. പക്ഷെ അത് സോങ് ഇപ്പോഴാണ്, എൻ്റെ കുറേ പാട്ടുകൾ ഇറങ്ങിക്കഴിഞ്ഞ് ഇപ്പോഴാണ് ആ പാട്ട് സംഭവിച്ചത്. പക്ഷെ അത് ഇറങ്ങേണ്ട സമയത്ത് ഇറങ്ങിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അന്നത് ഇറങ്ങിയില്ല, അതിന് പകരം അത് കഴിഞ്ഞിട്ട് വേറെ എൻ്റെ നാരായണിക്ക് ഇറങ്ങി. അത് ത്രൂ ആണ് എനിക്ക് ബാക്കി വർക്കൊക്കെ വന്നത്. കൈലാസേട്ടൻ്റെ ഫസ്റ്റ് വർക്ക് വന്നത് കൊണ്ടാണ് എനിക്ക് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് പുള്ളി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിലൊക്കെ, അപ്കമിങ് ലിറിസിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ഞാനാണോ എന്നൊക്കെ തോന്നി. അങ്ങനെ കുറേ കുടുക്കിൽ ഞാൻ എഴുതിയത് അത് കാരണമാണ്. അപ്പം അങ്ങനെ കുറേ വർക്കൊക്കെ വരാൻ കാരണമായൊരു വർക്കാണ് നീയെ. അപ്പം എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു വർക്കാണ് അത്. ആ മൂവി ഇപ്പോഴാണ് ഇറങ്ങിയത്. ശ്രുതി ഞാനും അന്ന് തൊട്ടേ പറയും ഇത് എന്താ ഇറങ്ങാത്തത്. പക്ഷെ ഭയങ്കര ആഗ്രഹിച്ച് ചെയ്തൊരു വർക്കും ഇത്രയും സമയം എടുത്തു എന്നൊരു വിഷമം അല്ലാതെ ഒന്നുമില്ല. അത് ആ സമയത്ത് സംഭവിച്ചു എന്ന് ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നു. അത് നല്ലതല്ലേ. ഇപ്പൊ നിങ്ങളുടെ നല്ല കാലവും കൂടെയാണ്. ഇപ്പൊ ഹിന്ദിയിൽ എഴുതുന്നു, സംസ്കൃതം എഴുതുന്നു, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? സംസ്കൃതം എൻ്റെ ലാംഗ്വേജ് ആണ്. ഞാൻ 5ാം ക്ലാസ് തൊട്ട് പഠിക്കുന്ന ഭാഷ സംസ്കൃതമാണ്. മലയാളം ഞാൻ പഠിച്ചിട്ടില്ല. മലയാളം സെക്കൻഡ് ആയിരുന്നു. അപ്പൊ സംസ്കൃതം ടീച്ചർ ലീന എന്ന ടീച്ചറിന്റെ പേര്. 5th മുതൽ 10th വരെ സംസ്കൃതത്തിന് നമുക്ക് ജില്ലാ ഇത് വരും, സ്കോളർഷിപ്പ് വരും. അപ്പം ഞാൻ 5ാം ക്ലാസ്സിൽ ഫസ്റ്റ് അങ്ങനെ നമുക്കൊരു 10th വരെ സ്കോളർഷിപ്പ് കിട്ടുന്ന ആളായിരുന്നു. അപ്പൊ അത്രയും സംസ്കൃതം ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ പഠിക്കും. കുത്തിയിരുന്ന് വേറെ ഒരു ലാംഗ്വേജ് പഠിച്ചില്ലെങ്കിൽ പോലും സംസ്കൃതം ഞാൻ പഠിക്കും. എനിക്ക് എന്തോ ഒരു ഇഷ്ടമുണ്ട്. എനിക്ക് ഇതൊക്കെ വേദങ്ങളൊക്കെ ഡീകോഡ് ചെയ്യുന്ന ശ്ലോകങ്ങളൊക്കെ ഡീകോഡ് ചെയ്യാനൊക്കെ ഇഷ്ടമായിരുന്നു പണ്ടേ. പിന്നെ സമസ്യാപൂരണം എന്നൊരു കോമ്പറ്റീഷൻ ഉണ്ട്. സംസ്കൃതോത്സവത്തിന് ഞങ്ങൾ പങ്കെടുക്കുന്ന സമയത്ത് എല്ലാത്തിനും കൊണ്ടുപോകും. കഥാരചന, കവിതാരചന, സമസ്യാപൂരണം, ഉപന്യാസരചന, എല്ലാത്തിനും സ്കൂളിൽ നിന്ന് കൊണ്ടുപോകും. അപ്പം ഭയങ്കര സപ്പോർട്ടീവായിരുന്നു ടീച്ചേഴ്സൊക്കെ. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ സമസ്യാപൂരണം ഇങ്ങനെയാ, 4ാമത്തെ വരി തരും, ആദ്യത്തെ 3 വരി നമ്മൾ എഴുതണം. അപ്പൊ അന്ന് ഞാൻ അതെങ്ങനെ എഴുതിയെന്ന് എനിക്കറിയില്ല. പക്ഷെ അന്ന് തൊട്ട് സംസ്കൃത ശ്ലോകങ്ങൾ നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ട് എന്നൊരു തിരിച്ചറിവുണ്ടായിരുന്നു. മേ ബി അതുകൊണ്ടായിരിക്കാം ഇപ്പം ഒരു സോങ് ഇങ്ങനെ വരുമ്പോൾ സംസ്കൃതത്തിലാണെന്ന് പറയുമ്പോൾ ഹായ്, എനിക്ക് സന്തോഷമാണ്. അതായത് ശ്ലോകങ്ങൾ നമ്മളെ കൊണ്ട് എഴുതാൻ പറ്റുക എന്ന് പറയുന്നത് കുറച്ച് ടഫാണ്. പക്ഷെ മീറ്ററൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അന്നേ നമുക്ക് ഇതിന്റെ എവിടെയോ ഇതിന്റെ വിത്തുകൾ അവിടെ എവിടെയൊക്കെയോ പാകിയിട്ടുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. കാരണം ഞാൻ അന്ന് വായിക്കുന്ന പുസ്തകങ്ങളും അങ്ങനത്തെ ആയിരുന്നു, നമുക്ക് റെഫറൻസസ് അങ്ങനത്തെ ആയിരുന്നു സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ സംസ്കൃതം കണക്ഷൻ അന്ന് മുതലേ ഉണ്ട്, 5th മുതലേ ഉണ്ട്. ഇപ്പൊ ഞാൻ MA സംസ്കൃതം ലിറ്ററേച്ചർ ചെയ്യുന്നുണ്ട് ഡിസ്റ്റന്റ് ആയിട്ട്. എന്റെ സാറ് പാലനാട് വാസുദേവൻ നമ്പൂതിരിയാണ്. അപ്പൊ ഈ ലീന ടീച്ചറും സാറും ഇവരോട് മാത്രമേ ഞാൻ സംസ്കൃതത്തിനെ പറ്റി സംസാരിച്ചിട്ടുള്ളൂ. പക്ഷെ അവർ തരുന്ന റെഫറൻസസ്, ബുക്സ്, തരുന്ന സപ്പോർട്ട് ഭയങ്കര വലുതാ. അപ്പൊ ഇപ്പോഴും ഞാൻ ഒരു സംശയം ഉണ്ടെങ്കിൽ ഈ വാക്കിന്റെ വേറൊരു വാക്ക് തരുമോ എന്നൊക്കെ ചോദിക്കാൻ എനിക്ക് ഫ്രീഡം ഉണ്ട്. അപ്പൊ അത് ഗാനരചനയിലോട്ട് എങ്ങനെ വന്നു എന്നുള്ളതാണ് ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ആലോചിച്ചു. അപ്പോഴാണ് ഈ സമസ്യാപൂരണം നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അക്ഷരശ്ലോകം ഒക്കെ എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്ന പോലെ എനിക്ക് സമസ്യാപൂരണമായിരുന്നു. അപ്പൊ വരിയാണ്, രസമാണ്. അത് നമ്മൾ എഴുതി വരുമ്പോൾ അതിന് ഫസ്റ്റ് ഓക്കെ. അപ്പൊ എങ്ങനെ സംഭവിച്ചെന്ന് അറിയില്ല. പക്ഷെ എന്തോ
അത് ഇങ്ങനെ സംഭവിക്കേണ്ടതുകൊണ്ടായിരിക്കാം അന്ന് ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചെന്ന് തോന്നുന്നു. എൻ്റെ ഇൻട്രസ്റ്റിംഗ് ഏരിയ ആയിരുന്നു സംസ്കൃതം, ലിറ്ററേച്ചർ പരമായ എന്തും. ഈ ആയുർവേദം ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നില്ലേ? ആയുർവേദം സംസ്കൃതത്തിലാണ്. സംസ്കൃതം ബയോളജിയും തമ്മിലുള്ളൊരു ഇഷ്ടം കൊണ്ടാണ് ഞാൻ ആയുർവേദത്തിന് പോയത് തന്നെ. അപ്പൊ അതെനിക്ക് കളഞ്ഞിട്ട് വേറൊന്നും ചെയ്യാൻ തോന്നിയില്ല. ഒരു മാസം ഞാൻ ജോലി ചെയ്യാതെ ശ്രമിച്ചു ഇവിടെ വന്നിട്ട്, എറണാകുളത്ത് വന്നിട്ട്. പക്ഷെ ആ ഒരു മാസം എനിക്ക് ഞാൻ എന്നോട് ഇൻജസ്റ്റിസ് ചെയ്യുന്ന പോലെ തോന്നി. ഭയങ്കര ഇൻജസ്റ്റിസ് ആയിട്ടുള്ളൊരു പ്രവൃത്തി എനിക്ക് കൊടുക്കുന്ന പോലെ തോന്നി. കാരണം ഞാൻ ഇത് പഠിച്ചു, എൻറോൾമെന്റ് കഴിഞ്ഞു, നമ്മുടെ ഓത്തിലൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളും എല്ലാം നമ്മൾ എന്തിനാണ് ഇത് പഠിച്ചത്. ഞാൻ അത്ര ഇഷ്ടപ്പെട്ട് എടുത്തൊരു സബ്ജക്ട്. നല്ല കുട്ടിയാണല്ലേ? അല്ല, എല്ലാ കാര്യത്തിലും ഒന്നും അങ്ങനെ അനുസരണയുള്ള കുട്ടിയൊന്നും അല്ല. പക്ഷെ ഇഷ്ടമുള്ളൊരു സബ്ജക്ട് എടുത്ത് പഠിച്ചിട്ട് അതെനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ അത്ര ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ കുറേ സാറുമാരുടെ അണ്ടറിൽ പോയി പഠിച്ചു. തൃത്താല, വൈദ്യമഠം, പുലാമന്തോൾ, പിന്നെ തൊടുപുഴ, ധന്വന്തരി. അപ്പൊ എന്റെ ടീച്ചേഴ്സ് ഭയങ്കര എമിനന്റ് ആയിട്ടുള്ള ടീച്ചേഴ്സാ. അപ്പൊ അവരൊക്കെ നോക്കും, നീ പ്രാക്ടീസ് ചെയ്യണില്ലേ എന്ന് ചോദിക്കുന്നത് എനിക്ക് ഓക്കെ അല്ല. മാത്രമല്ല എനിക്ക് അത്ര ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് എനിക്ക് ഹീലിംഗ് എനിക്ക് ഇഷ്ടമാണ്. അപ്പം 8 വർഷമായിട്ട് ഞാൻ ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അത് നിർത്തി ഒരു മാസം നോക്കുമ്പോൾ ഞാൻ പേഷ്യൻസിനെ കാണാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പൊ ഞാൻ വീണ്ടും ഞാൻ ജോലിക്ക് തിരിച്ചു വരികയാണെന്ന് ഞാൻ വീണ്ടും ജോയിൻ ചെയ്തു. കോട്ടയ്ക്കില്ല ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം അത് നന്നായിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ ഒരു ഇടയ്ക്കിടയ്ക്ക് വിസിറ്റിംഗ് കൺസൾട്ടേഷൻ പോലെ ഒരു ആഴ്ച 2 ദിവസമൊക്കെ ആക്കി കുറച്ചു. എന്നാലും ഓൺലൈനായിട്ടും അല്ലാതെ പേഴ്സണൽ കൺസൾട്ടേഷനും ഒക്കെ പോകുന്നുണ്ട്. കാരണം എനിക്ക് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നമുക്ക് മരുന്ന് പറയാൻ അറിയാം. പാട്യത്ത് പോലെ അല്ല. പാട്യത്തിന് കുറച്ച് ഏകാഗ്രതയൊക്കെ വേണം. ഇത് നമ്മുടെ എന്താ പറയാ, ഇത്രയും ഞാൻ പഠിച്ച് ഇറങ്ങിയ നെക്സ്റ്റ് ഡേ തൊട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല, എല്ലാരും അത് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇവിടെ നടത്താൻ പോകുന്ന പ്രാക്ടീസ് എന്ന് പറയുന്നത് തീയെ ഒന്ന് ഡീകോഡ് ചെയ്യണം. വിദേശത്തൊക്കെ ഈ ഓതേഴ്സ് തന്നെ ഈ പാട്ട് ഡീകോഡ് ചെയ്യുന്ന പരിപാടിയുണ്ട്. ഇവിടെ നമ്മളത് ആരംഭിക്കുകയാണ്. അപ്പൊ ഹരിത ഇപ്പൊ ആ പാട്ട് ഡീകോഡ് ചെയ്യും. തീയെ സോങ് സംഭവിക്കുന്നത് മുജീബ് മജീദ് ഉണ്ടല്ലോ, കിഷ്കിന്ദ ഗാണ്ടൊക്കെ മ്യൂസിക് ചെയ്തത് മുജീബാണ്. അപ്പൊ സെന്ന ഹെഗ്ഡയുടെ ഒരു മൂവി ഉണ്ട് എന്ന് പറഞ്ഞു, 1744 വൈറ്റ് ഓൾട്ടോയിൽ ഒരു ഒറ്റ മലയാളം പാട്ടേ ഉള്ളൂ ഹരിത, അതിലൊന്ന് എഴുതാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു കോണ്ടെക്സ്റ്റ് എന്താണ്. അന്ന് ആ മൂവിയിൽ അധികം പേർക്കൊന്നും അറിയില്ല ഇങ്ങനൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ വരുന്നുണ്ട്, ഇതാണ് കഥ എന്നൊന്നും അറിയില്ല. നമ്മുടെ ട്രെയിലറിലും എവിടെയും അത് പറഞ്ഞിട്ടുമില്ല. എന്നോട് പറഞ്ഞ ഒരു ഡയമണ്ട് അതിന്റെ കഥ പറയുന്നത് പോലെ എഴുതണം. അപ്പൊ ഞാൻ ഓക്കെ. അപ്പൊ എനിക്ക് വൈരം എന്നൊരു ഇത് വന്നു. സംസ്കൃതമൊക്കെ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ പര്യായങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ വരും. ഹീരം, അതിന് വൈറ്റ് എന്നും വൈരമെന്നും മീനിങ് ഉണ്ട്. രത്നങ്ങളിൽ ഒന്നാണ്, അങ്ങനെ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. എന്നിട്ട് ഞാൻ എന്തെന്ന് വെച്ചാൽ ഫിസിക്സ് പഠിച്ചു. ഞാൻ എന്നിട്ട് ഒരു ഗൂഗിളിലും കുറച്ച് ടെക്സ്റ്റും ഒക്കെ ആയിട്ട് ഞാൻ ഇരുന്നിട്ട് എങ്ങനെയാണ് ഡയമണ്ട് ഉണ്ടാക്കുന്നത് എന്നുള്ളത് പഠിച്ചു. അതിന്റെ രൂപം, അതിന്റെ താപം, അങ്ങനത്തെ കുറെ വേർഡ്സ് ഒക്കെ എനിക്ക് പെട്ടെന്ന് വന്നു. ഈ ഹീറ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മലയാളത്തിലെ നമ്മൾ ചിന്തിക്കുന്നത്, എൻ്റെ ചിന്ത എപ്പോഴും മലയാളത്തിലല്ലേ. അപ്പൊ ഞാനത് അങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് ഹീരം, വൈരം, താപം, രൂപങ്ങൾ അങ്ങനെ മാറുന്നു, ചൂട് കൊണ്ട് ഇതിന്റെ രൂപം ഇങ്ങനെ മാറുന്നു എന്നൊക്കെ വന്നു. പിന്നെ അതിന് ഓരോ ഫേസസ് ഉണ്ടല്ലോ, 8 ഫേസസ് ഉണ്ട് ഡയമണ്ടിന്. അപ്പൊ ഞാൻ അതുകൊണ്ട് തീയെ ഉരുവം, തീയാകുന്നു അതിന്റെ രൂപം, അല്ലെങ്കിൽ രൂപം ഉണ്ടാകാൻ കാരണമായ ഒന്ന് തീയാണ് എന്നുള്ള മീനിങ്ങില്ല തീയെ ഉരുവം എന്ന് എഴുതിയത്. പിന്നെ ആളും ധൂപം മോഹം, അതിന്റെ എന്താ പറയാ, ധൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുക. അപ്പം അത് ആളി, അത് ഉണ്ടാവുന്ന പ്രോസസ്സിനെയാണ് ഫസ്റ്റ് 4 ലൈൻസിൽ പറഞ്ഞേക്കുന്നത്. പിന്നെ ഹീരമായി ചിദം ചിരം തനിയെ, കാരണം ഈ ഡയമണ്ട് ഒരു പെട്രോൾ ടാങ്കിനുള്ളിൽ കിടക്കുകയാണ്. അപ്പം അതിന്റെ മനസ്സ് എന്നെന്നും അവിടെ തന്നെ അങ്ങനെ കിടക്കുകയാണ്. ഇതാരും കാണുന്നില്ല. ഇത് ഞാനിപ്പോ സിനിമയുടെ കഥ പറയുന്ന പോലെയാണ്. സിനിമ ഓൾറെഡി ഇറങ്ങി, ഇനിയിപ്പോൾ OTT വരും. അപ്പൊ അത് ഹീരമായി ചിദം ചിരം തനിയെ, പിന്നെ ഉയരും വാഴുവൻ നിലവിൽ ഗതികൾ ആയിരങ്ങൾ. അതായത് ഇവര് ഒരു ട്രാവലാണ്, കംപ്ലീറ്റ് ഈ സ്റ്റോറി പോകുന്നത് ഒരു ജേർണിയാ. ഈ കാറിന്റെ ഇത് സ്റ്റാർട്ടിങ്ങിൽ ടൈറ്റിൽ ട്രാക്ക് വരുമ്പോൾ തന്നെ ഒരു കാർ ഇങ്ങനെ പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പം ഗതികളായിരങ്ങൾ എന്ന് പറയുന്നുണ്ട്. എന്താണ്, വിരൽ തൊടും നീർലിപികളായി എഴുതുമീ മുഖം, അല്ലെങ്കിൽ തിരയുമീ മുഖം എന്നാണ്. അവസാനം എഴുതുമീന്നും പിന്നെ തിരയുമീന്നുമാണ്. അപ്പം നീർലിപികൾ എന്നൊക്കെ ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ വെള്ളത്തിൽ എഴുതുന്നത് പോലെ. അതായത് അത് മുജീബ് എന്നോട് ചോദിച്ചു എന്താണ് ആക്ച്വലി എന്ന് ഉദ്ദേശിച്ചത്. പക്ഷെ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള സോങ് വേണമെന്നാ പറഞ്ഞിരുന്നത്. അപ്പൊ അതിന്റെ മിസ്റ്ററി അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് സ്ക്രിപ്റ്റ് അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എഴുതിയതാ. പിന്നെ വൈരം ഞാനിത് ഓരോ മുഖങ്ങൾ, യാനം മൂകമേറും യുഗങ്ങൾ, താപം രൂപമേകും കരങ്ങൾ. ഇപ്പോഴാണ് ഞാൻ കുറെ നാൾ കൂടി ഇത് വായിക്കുന്നത്.
തേടും മാർഗം ആഴങ്ങളിൽ ഞാൻ. വൈരം ആ ആഴത്തിൽ കിടക്കുകയാണ്. അപ്പൊ അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ വൈരം ഞാനിത് ഓരോ മൂകമായി യാനത്തിൽ കയറുന്നു. താപം രൂപം എനിക്ക് താപമാണ് അതിന്റെ കരങ്ങൾ കൊണ്ട്, താപത്തിന്റെ കരങ്ങൾ കൊണ്ട് അത് രൂപമേകി. ഞാൻ പക്ഷെ എന്റെ മാർഗം ആഴങ്ങളിൽ തേടുന്നു എന്നാണ് എഴുതിയത്. ഇതാർക്കും മനസ്സിലായിട്ടില്ല. അപ്പം അങ്ങനെ ഇതിങ്ങനെ കോറസിൽ പോമേ. ആനാമിയാണ് പാടിയേക്കുന്നത്. അനുപല്ലവിൽ വരുമ്പോ താനെ അലയും വേരിൻ നാവ് പോലെ ഹീരമായി ചിതം ചിരം തന്നെയെ. അതായത് വേരിൻ നാവ് എന്ന് ഉദ്ദേശിച്ചത് ഒരു സെർച്ച് ഉണ്ട് ഈ മൂവിയിൽ, മൊത്തത്തിൽ ഒരു സെർച്ച് ഉണ്ട്. അപ്പം ഇത് താനെ അലയുന്ന ഒരു വേരിന്റെ നാവ് എന്ന് ഉദ്ദേശിച്ചത് റൂട്ടിന്റെ ടങ്, അത് പോകുന്ന മാർഗങ്ങൾ അത്രത്തോളം മിസ്റ്റീരിയസ് ആയിരിക്കും ഒബ്വിയസ്ലി. അപ്പൊ അങ്ങനെ എഴുതിയതാ. പിന്നെയും ഹീരമായി ചിതം ചിരം, എന്നും മനസ്സ് ഹീരമായിരിക്കുന്നു. ഹീരത്തിന് 2 മീനിങ് ഉണ്ട്, വൈറ്റ് എന്നും ഉണ്ട്, ഡയമണ്ട് എന്നും ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ വന്നോട്ടെ എന്ന് തന്നെ കരുതി എഴുതിയതാ. ചില ഏരിയാസിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ശുഭ്ര മനസ്സ്, അങ്ങനെ ഒരു രീതിയിൽ ഹീരത്തിനെ എടുക്കാം. അല്ലെങ്കിൽ ഓക്കെ ഞാൻ വൈരമാണ് അങ്ങനത്തെ ഒരു മീനിങ്ങിലും എടുക്കാം. ഞാൻ ഇതൊക്കെ എഴുതി കഴിഞ്ഞിട്ട് എൻ്റെ സാറിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? സാർ ഇല്ല, അതെന്താ നീ അങ്ങനെ ചിന്തിച്ചെന്നൊക്കെ ചോദിച്ചു. പക്ഷെ സംസ്കൃതം പഠിച്ചതിന്റെ വീണ്ടും സംസ്കൃതത്തിന്റെ ഗുണമാണ്. വേരിന് നാവുണ്ടോ എന്നൊക്കെ വിമർശകർ ചോദിക്കുമോ, നിരൂപകർ ചോദിച്ചാൽ ഞാൻ മറുപടി പറയും, വേരിന് നാവുണ്ട്, വേരിന് കൈകളുണ്ട്, നാവുണ്ട്. ഉയരും വാഴുവിൻ നിഴലിൽ ഗതികൾ ആയിരങ്ങൾ, ഇരുൾ തൊടും നാൾ വഴികളിൽ തിരയുമി മുഖം. അതായത് ആ വൈരം കുറെ കാലമായിട്ട് ഇരുട്ടിലാണ്. അപ്പൊ അതിന് പുറത്തേക്ക് കടക്കണം, ആരെങ്കിലും ഇതിനെ ഒന്ന് കണ്ട് എടുക്കണം. അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നൊരു മുഖമായിരുന്നു. ആ വൈരത്തിന്റെ മുഖങ്ങൾ ആരെങ്കിലും കാണണം. അപ്പൊ വൈരം ഭയങ്കര സങ്കടപ്പെട്ട് പറയാണ്, എന്നെ ആരെങ്കിലും കാണൂ, ഞാൻ ഇങ്ങനെയാണ് ഉണ്ടായത്. അപ്പൊ വൈരം അതിന്റെ കഥ പറയാണല്ലോ. അപ്പോ ഫുൾ ഒരു സെർച്ചിന്റെ എൻഡിൽ ഇതിനെ കണ്ടെത്തുന്നതാണ്, എത്തണമെന്നാണ്. നമ്മളെ കാണിക്കുന്നൊന്നുമില്ല ഫിലിമിൽ എവിടെയും വൈരത്തിന്, പക്ഷെ അതിന്റെ സ്ക്രിപ്റ്റ് അങ്ങനെയായിരുന്നു. അപ്പൊ ഞാൻ ഫുള്ള് കഥ കേട്ടു, എന്നിട്ട് എഴുതിയതാ. എനിക്ക് എഴുതി കഴിഞ്ഞിട്ട് കൊള്ളാം ഇങ്ങനെയൊക്കെ ബുദ്ധിപരമായിട്ട് എഴുതിയതാ. പക്ഷെ ചെറുതായിട്ട്. ഈ ബുദ്ധിജീവി എങ്ങനെയാണ് സ്ത്രീ 2-ൽ എത്തുന്നത്? ഹിന്ദി എഴുതുന്നത് എങ്ങനെയാണ്? സ്ത്രീ 2-ൽ സംസ്കൃതം എഴുതിയ, ഹിന്ദി വേറെ എഴുതുന്നത്. സ്ത്രീ 2 ഹിന്ദി മൂവിയാണ്, പക്ഷെ ഞാൻ മലയാളം മ്യൂസിക് ഡയറക്ടർക്ക് വേണ്ടിയിട്ട് സംസ്കൃതമാണ് എഴുതിയത്. ജസ്റ്റിൻ ഒരു ദിവസം വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, എനിക്കൊരു ശ്ലോകം വേണം. അതിപ്പോ എവിടെന്നെങ്കിലും റെഫറൻസ് എടുത്ത് തന്നാലും മതി, ഹരിതയ്ക്കൊരു ശ്ലോകം വേണം. സംസ്കൃതം റെഫറൻസിന് വേണ്ടിയിട്ട് എന്നോട് ചോദിക്കാറുണ്ട് ആൾക്കാർ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതൊരു കർമ്മ അങ്ങനത്തെ ഒരു ബേസ്ഡ് ആയിട്ട് വരുന്നൊരു തോട്ടാണ് അവിടെ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്തിരുന്നത്. ഇപ്പൊ ഞാൻ ഗീത എൻ്റെ കയ്യിൽ ഇല്ല, പിന്നെ വേറൊരു ബുക്ക് എടുത്തിട്ട് ഞാനിത് സെർച്ച് ചെയ്ത് ആ കോണ്ടെക്സ്റ്റിന് കറക്റ്റായിട്ട് എടുത്ത് തരുന്നതിലും ബെറ്റർ ഞാനൊരു സാധനം എഴുതി തന്നാ മതിയോ എന്ന് ചോദിച്ചു. അപ്പൊ മതി എന്ന് പറഞ്ഞു. അപ്പൊ ജസ്റ്റിനാണ് അതിൽ മ്യൂസിക് ചെയ്യണമെന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, അല്ല ഇത് ഭയങ്കര പടമല്ലേ, ഇത് വലിയൊരു പടമല്ലേ, അപ്പൊ ഇതിനകത്ത് നമ്മള് അത്രയും ഈ 2-3 ഭാഗങ്ങളുള്ള സംഭവമാണല്ലേ. സ്ത്രീ 1 കഴിഞ്ഞു, പിന്നെ ഭേദ്യ മുഞ്ച, പിന്നെ സ്ത്രീ 2 ആണ്. അപ്പം പടം അവിടെ ഭയങ്കര ഹിറ്റാണ്. 13 crores എന്തോ കളക്ട് ചെയ്ത ഫസ്റ്റ് ഹിന്ദി മൂവിയാണ് ഇപ്പം. അന്ന് എനിക്കിത് അറിയില്ല, അന്ന് ഞാൻ ഒന്നും എനിക്കറിയില്ലായിരുന്നു. അന്ന് ഞാൻ സ്ത്രീ 1-ന്റെ സെക്കൻഡ് പാർട്ട് ജസ്റ്റ് മ്യൂസിക് ചെയ്യുന്നു. ഒരു സംസ്കൃതം വേണം, അത് RRന്റെ കൂടെ പോകുന്ന എവിടെയോ വരുന്ന ഒരു ലിറിക്ക്, അത്ര എനിക്ക് അറിയുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എഴുതി തരാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് എഴുതി. കാരണം അവിടെ കോറസ് കുട്ടികൾ വരാറായിട്ടുണ്ടായിരുന്നു ഇത് RRന്റെ കൂടെ ചെയ്യാൻ. അപ്പൊ ജസ്റ്റിന് എക്സ്പെക്ട് ചെയ്തിരുന്നത് വേറൊരു ശ്ലോകം എന്നായിരുന്നു. പക്ഷെ ഞാൻ എന്തെന്ന് വെച്ചാൽ 2-3 വരി അങ്ങ് എഴുതി കൊടുത്തു. അത് പെർഫെക്റ്റ്. അതുകൊണ്ടല്ല, എനിക്ക് സംസ്കൃതത്തിൽ ഞാൻ കോൺഫിഡന്റ് ആണ് ബേസിക്കലി. അപ്പം മലയാളം ആണെങ്കിലും ഞാൻ ഒന്നും കൂടി ഒന്ന് ആലോചിക്കും ചിലപ്പം, ഇത് തെറ്റ് വരുമോ ഇത്. പക്ഷെ എനിക്ക് തോന്നി ഇത് ഇങ്ങനെ എഴുതാം. ബേസിക്കലി കലാകാരന്മാർ മടിയന്മാരാണല്ലോ, അപ്പം മടി അവിടെ റിഫ്ലക്ട് ചെയ്താണോന്ന് സംശയമുണ്ട്. സെർച്ച് ചെയ്തെടുക്കുന്ന ഒരു സ്പേസ് എനിക്ക് കിട്ടിയില്ല. രാത്രിയായിരുന്നു, ലേറ്റ് നൈറ്റ്, എനിക്ക് ബുക്കില്ല, ലൈബ്രറി പോകാനാണെങ്കിലും ഒന്നും ടൈമില്ല. അപ്പം ഞാൻ പെട്ടെന്ന് അങ്ങ് എഴുതി കൊടുത്തു, ജസ്റ്റിൻ ഇങ്ങനെയാണ്, ഇതൊന്ന് മീറ്റർ കറക്റ്റ് ആണോ നോക്കാൻ പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് എനിക്ക് മീറ്റർ ട്യൂൺ അയച്ചു തന്നു. അതനുസരിച്ചിട്ട് ഞാനൊരു 6 വരി എന്തോളൂ അത് എഴുതി കൊടുത്തു. അത് സിനിമയിൽ ഒരു ഭയങ്കര പ്രസക്തമായ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. അപ്പം എന്നോട് കുറെ പേര് സിനിമ കണ്ടിട്ടൊക്കെ മെസ്സേജ് അയച്ചു, സംസ്കൃതം കൊള്ളാന്ന്. അപ്പൊ ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നല്ലോ അല്ലേ എന്നാ ചോദിച്ചത്. നമ്മളത് എക്സ്പെക്ട് ചെയ്യുന്നില്ല, അത് അങ്ങനെ ശ്ലോകങ്ങൾ ആൾക്കാർ ശ്രദ്ധിക്കും
എന്നൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷെ അത് ശ്രദ്ധിച്ചു. എനിക്ക് അമർ സാറൊക്കെ വന്ന് ലൈക്കൊക്കെ അടിച്ചിട്ട് അടിപൊളി. അങ്ങനെ ഉണ്ടായി. ഈ നിഷ്കളങ്കമായി സംസാരിക്കുന്ന ഈ കുട്ടിയുടെ മുഖം ഒരിക്കൽ വെച്ചിട്ട് ഒരാള് അവരുടെ മുഖമാണെന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുകയും 10-21 കാമുകന്മാരെ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ആ പ്രോസസ്സ് തീർന്നോ അതോ ഇപ്പോഴും തുടരുന്നുണ്ടോ? എനിക്ക് അറിഞ്ഞൂടെ ഇപ്പൊ എന്താ അവസ്ഥ. ഞാൻ അന്നാ കുട്ടിയോട് ക്ഷമിച്ചു. അത് പിന്നീട് ഞാൻ അതിന്റെ ഒന്നും നോക്കിയിട്ടില്ല. ആ കുട്ടി അങ്ങനെ ചെയ്തു. ഇപ്പൊ ഞാൻ ഇപ്പോഴും എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ചൊരു പാഠം എന്ന് പറഞ്ഞാൽ, എല്ലാവരും ആദ്യമായിട്ടല്ലേ ജീവിക്കുന്നത്. എല്ലാ മനുഷ്യരും ഈ ലോകത്ത് ആദ്യമായിട്ടാണ് ജീവിതം എന്നൊരു പ്രോസസ്സ് അനുഭവിക്കുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് അന്ന് അങ്ങനെ ആയിരിക്കും മേ ബി ഫീൽ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം എന്നായിരിക്കും അവൾക്ക് തോന്നിയിട്ടുണ്ടാവുക. അത് ശരിക്കും നിങ്ങളുടെ പ്രൊഫൈൽ കണ്ടിട്ടാ, എഴുത്തുകാരിയാണ്, സുന്ദരിയാണ്, ഡോക്ടറാണ്, ഈ 3 പ്രൊഫൈൽ ഉള്ളതുകൊണ്ടാണ് ശരിക്കും അവർ നിങ്ങളുടെ ഒരു റെപ്യൂട്ടേഷനെ ഉപയോഗിക്കായിരുന്നു. അങ്ങനെയാണോ? അതെ. പക്ഷെ ആ കുട്ടിക്ക് മാനസികമായിട്ട് എവിടുന്ന് ഒരു പിന്തുണയൊന്നും കിട്ടാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ അവർക്ക് എങ്ങനെ ഇതിനെ ചാനലൈസ് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അവർക്ക് ഇത് എങ്ങനെയെങ്കിലും അവരെ കുറച്ചുപേര് സ്നേഹിക്കണം, അംഗീകരിക്കണം എന്നൊരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. ആഗ്രഹത്തിന്റെ പുറത്ത് അവർക്ക് കിട്ടിയൊരു മുഖം എന്റേതായിരുന്നു. അപ്പൊ അവരത് വെച്ചിട്ടൊന്ന് ആരുടെയൊക്കെയോ തെറ്റിദ്ധരിച്ച് ഈ മുഖം സുന്ദരമാണ്, ആരുടെയൊക്കെയോ സ്നേഹം അവര് പിടിച്ചെടുക്കാൻ നോക്കി. അപ്പൊ അവര് തെറ്റിദ്ധരിച്ചു, അവരങ്ങനെ തെറ്റിദ്ധരിച്ചു. പക്ഷെ ഞാൻ ആലോചിക്കുമ്പോൾ ഞാനത് ക്ഷമിച്ചത് അതുകൊണ്ടാണെന്നാണ് ഞാൻ പറയുന്നത്. ആ കുട്ടിക്കും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം മേ ബി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുക. എനിക്കും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം ഞാനും നേരിട്ടത്. പക്ഷെ എന്നോട് എല്ലാവരും ചോദിച്ചു എന്തിനാ ക്ഷമിച്ചത് എന്ന്. നമ്മുടെ അന്നത്തെ ചേട്ടൻ തന്നെ എന്നെ ഇന്റർവ്യൂ ചെയ്ത സമയത്തുള്ള കമന്റ്സ് ഞാൻ കണ്ടു യൂട്യൂബില്. ഡോക്ടർ ക്ഷമിക്കാൻ പാടില്ലായിരുന്നു ഇങ്ങനത്തെ. അല്ല, പക്ഷെ പോസിറ്റീവായിട്ടും ആൾക്കാര് ഡോക്ടർ നല്ലതായിട്ട് അത് ഹാൻഡിൽ പറഞ്ഞു കണ്ടു. അതല്ലാതെ തന്നെ ഇങ്ങനെയുള്ളൊരു ക്ഷമിക്കണ്ടായിരുന്നു, കേസ് കൊടുക്കണമായിരുന്നു എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷെ ഞാൻ ആലോചിക്കുമ്പോ നമ്മളൊക്കെ ഫോർഗീവ് ചെയ്തല്ലേ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ആ കുട്ടിയോട് അങ്ങ് ക്ഷമിച്ചു. എന്റെ അമ്മ എന്നോട് പറഞ്ഞ് പോട്ടെ പാവം. അപ്പൊ ഞാൻ അതായത് അവർക്കും അറിയില്ല, നമുക്കൊന്നും അറിയില്ലല്ലോ നമ്മൾ എങ്ങനെ ജീവിക്കണോ, നമുക്ക് ആരും ഒന്ന് പറഞ്ഞു തന്നിട്ടില്ലല്ലോ. എല്ലാവരും സ്വന്തം അനുഭവങ്ങളിൽ നിന്നല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ എന്റെ അനുഭവത്തിൽ ആ കുട്ടിയോട് ക്ഷമിക്കാം, ഇനി അത് റിപ്പീറ്റ് ചെയ്താൽ ഞാൻ ആക്ഷൻ എടുക്കുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്ക് അറിയില്ല ഇനി എത്ര കാലം കഴിഞ്ഞിട്ട് ആ കുട്ടി ഇങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ അറിയാൻ പോണത് നമുക്കിപ്പോ അറിയില്ല. അന്ന് തന്നെ ഇത് പണ്ടൊരിക്കലും അവൾ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നീട് വീണ്ടും ഇത് ചെയ്തു. അപ്പം എൻ്റെ മുഖം ഉപയോഗിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഭയങ്കര വലിയ ആളായതുകൊണ്ടൊന്നും അല്ല. അവർക്കപ്പോൾ ആക്സെബിൾ ആയിരുന്നൊരു ഏറ്റവും ക്ലോസ് എൻവയോൺമെന്റിൽ കിട്ടിയത് എന്നെയായിരുന്നു. അതുകൊണ്ട് അവരത് യൂസ് ചെയ്തതാ. പക്ഷെ അത് ഇന്റൻഷനലി എന്നെ ഹേർട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടൊന്നും അവർ ചെയ്തതല്ല. അപ്പൊ ഞാൻ അതങ്ങ് ക്ഷമിച്ചു. ഇനി എന്തെങ്കിലും ഇപ്പൊ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ 2 വർഷം കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് നമ്മളെ അത് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടില്ല എന്ന് ഞാൻ പറയില്ല. അത് കഴിഞ്ഞിട്ട് ഈ കാമുകന്മാരുണ്ടല്ലോ, ആ കുട്ടിയുടെ കാമുകന്മാർ, അവര് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്തു. അപ്പോഴാണ് നമുക്ക് ഇതിന്റെ ഒരു ഇത് ശരിയല്ല. അപ്പൊ ഞാൻ അയാളോട് പറഞ്ഞു, ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തിയല്ല, നിങ്ങൾ സ്നേഹിച്ചതും സംസാരിച്ചതും ഒക്കെ ആ കുട്ടിയോടാണ്. അപ്പം അതിനോട് സംസാരിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കര റൂഡായിരുന്നു. അപ്പൊ പുള്ളി ഹരിത, അപ്പൊ ഞാൻ ഹരിത ഇതാണ്, അത് വേറെ ആളാണ് എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി അങ്ങ് പോയി. പക്ഷെ അത് ഞാൻ പറയാ, ആൾക്കാരെ അഫക്ട് ചെയ്യുന്ന രീതികൾ ഡിഫറെന്റ് ആണല്ലോ. ഞാൻ ആളോട് പറഞ്ഞു, നിങ്ങൾ തെറാപ്പി എടുക്ക്, നിങ്ങൾ ഇതിന്ന് റിക്കവർ ആവ് എന്ന് പറഞ്ഞു വിട്ടു. കുട്ടിയോട് ഞാൻ പറഞ്ഞു, മോളല്ല, എന്നെക്കാട്ടിലെ എൽഡറാണ്, ആള് മാരീഡ് ആയിരുന്നു, ആൾക്ക് കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളൊരു മെഡിക്കൽ ഹെൽപ്പ് എടുക്കണം, സൈക്കോളജിക്കലി നിങ്ങൾ ഓക്കെ അല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അതന്ന് ക്ഷമിച്ചു. അതല്ലാതെ ഞാനൊന്നും ചെയ്തില്ല, വേറെ ആക്ഷനൊന്നും പിന്നെ എടുത്തില്ല.